അപ്പോൾ പിറവം വള്ളംകളിക്കുള്ള രണ്ട് വള്ളങ്ങളാണ്, രണ്ട് ചുണ്ടൻ വള്ളങ്ങളാണ് പിറവത്ത് നമ്മുടെ കടവലമ്മയുടെ കുരിശുപള്ളിയിൽ അവിടെ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ചാപ്പലിന് സമീപത്ത് 3 ചുണ്ടൻ വള്ളങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് നിരണം ബോട്ട് ക്ലബിൻ്റെയും, മറ്റൊന്ന് കാരിച്ചാൽ ചുണ്ടൻ വള്ളവും, പിന്നെ വേറെ ഒരു വള്ളവും കൂടി വന്ന് പായിപ്പാടൻ. അങ്ങനെ 3 ചുണ്ടൻ വള്ളങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മൊത്തം ഇന്നലെ രാത്രിയിൽ എത്തിയ 2 ചുണ്ടൻ വള്ളങ്ങളും ഒപ്പം ഇന്ന് എത്തിയിരിക്കുന്നതായിട്ടുള്ള ഈ 3 ചുണ്ടൻ വള്ളം കൂടി ഒപ്പമായപ്പോൾ ഏകദേശം 5 ചുണ്ടൻ വള്ളങ്ങൾ എത്തിയിട്ടുണ്ട്. 9 ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളാണ് പിറവം നഗരസഭയുടെ നാളെ നടക്കുന്ന വള്ളംകളിക്ക് പിറവത്തേക്ക് എത്തുന്നത്. ബാക്കിയുള്ള വള്ളങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണെങ്കിലും വളരെ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും പിറവത്ത് നടക്കാൻ പോകുന്നത്. വളരെ ശക്തമായ രീതിയിലുള്ള വള്ളംകളിയുടെ മത്സരങ്ങളും അവരുടെ പഴയ കാലഘട്ടത്തിലുള്ള തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് എത്തുകയും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ വിജയിച്ചവർ ഇത്തവണ തോൽപ്പിക്കുക എന്നുള്ള പല ലക്ഷ്യങ്ങളുമായിട്ടാണ് ഈ വള്ളംകളിയിൽ എത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് പിറവക്കാർക്ക് ഒരു വലിയ ഉത്സവത്തിൻ്റെ ലഹരിയിൽ തന്നെയാണ് ഈ വള്ളംകളി നടക്കുന്നത്. പിറവത്ത് നടക്കുന്ന അത്തച്ചമയ സാംസ്കാരിക ഘോഷയാത്രയും ഒപ്പം പിറവത്ത് നടക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളിനും ശേഷമുള്ള ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് പിറവം വള്ളംകളി. അപ്പോൾ പിറവം വള്ളംകളിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഈ വള്ളംകളി കാണുവാനായിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് പിറവത്ത് നമ്മുടെ നഗരസഭയുടെ കീഴിലുള്ള ഈ പന്തലിൽ ഈ വള്ളംകളിക്കുള്ള ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. എന്താണെങ്കിലും വള്ളംകളി വളരെ വലിയ ശക്തമായ രീതിയിലുള്ള മത്സരങ്ങൾ ഉണ്ടാകുന്നു. ഇരുകരകളിൽ നിൽക്കുന്ന ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഇവിടെയുള്ള വള്ളം തുഴക്കാർക്ക് തുഴയെറിയുന്നതിനും മത്സരങ്ങളിൽ എത്തുന്നതിനൊക്കെ ഉള്ള വളരെ വലിയൊരു ശക്തമായ കൈയടിയെല്ലാം കൊടുത്തുകൊണ്ട് നാളെ നമുക്ക് പിറവത്ത് നടക്കുന്ന ഈ വള്ളംകളിക്ക് വേണ്ടിയിട്ട് വലിയ ശക്തമായ ഒരു മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ആ വള്ളംകളിയുടെ മത്സരങ്ങളിൽ ഒപ്പം പിറവത്തിൻ്റെ പല ഓർമ്മകളാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളോടൊപ്പം അല്പം ചെലവാക്കുന്നത്. അപ്പോൾ നിലവിൽ പിറവം വള്ളംകളി നാളെ നടക്കാൻ പോവുകയാണ്. വള്ളംകളിയുടെ ഒരു ലാസ്റ്റ് പണിപ്പുരയിലാണ് നഗരസഭയുടെ മുമ്പിൽ. അപ്പോൾ ചേട്ടൻ്റെ കാലഘട്ടത്തിലുള്ള ഓർമ്മകളിലുള്ള വള്ളംകളിയെക്കുറിച്ചൊന്ന് പറയാമോ? വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിറവത്തിന്റെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ് വള്ളംകളി. പിറവത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന ഒരു പരിപാടി തന്നെ വള്ളംകളിയാണ്. വള്ളംകളിയെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിലെ വള്ളംകളി ഞങ്ങൾ ഓരോ കടവുകാരാണ് വള്ളമെടുത്ത് ഓരോ അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ വള്ളമെടുത്തുള്ള വള്ളംകളിക്ക് ഒരു പ്രത്യേക ഒരു രസം മതി. ഇവിടെ പിന്നെ CBL ആയ കാരണം അതിൻ്റെതായ കുറച്ചും കൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കടലമ്മയുടെ കുരിശുപള്ളി അവിടെ നിന്നൊക്കെ ഒരുപാട് വലിയ നമ്മുടെ ഒരു വീട്ടിലുള്ള ഒരുക്കങ്ങളൊക്കെ ഭയങ്കര സെറ്റപ്പ്. എല്ലാവരും എന്നാ പ്രദേശത്തുള്ള എല്ലാവരും പങ്കിട്ടെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ അത്രയും ഇല്ല. പിന്നെ ഇപ്പൊ അന്ന് ചുണ്ടൻവള്ളമില്ലായിരുന്നു, ചോദിക്കുമ്പോൾ ഈ ഉരുളൻ വള്ളങ്ങളുടെ വലിയ മത്സരമായിരുന്നു. പക്ഷെ പ്രാദേശിക വള്ളത്തിന്റെ ഒരു സ്പിരിറ്റ് ഇപ്പൊ നമുക്കില്ല. നമുക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, കണ്ടുപോവുക എന്നുള്ള ഒരു അന്ന് കണ്ടുപോയി. ഇപ്പോഴത്തെ അന്ന് എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കാലൊക്കെ ഇവിടെ ഈ പുഴയിൽ മാസം മുമ്പ് തന്നെ ഇങ്ങനെ വള്ളം കെട്ടുമ്പോൾ ട്രയൽ ചെയ്തോണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരു രസമുള്ള പരിപാടിയായിരുന്നു. ഇപ്പൊ അത് കുറവുണ്ട്. ഇപ്പൊ അങ്ങനെ ട്രയലൊന്നും ഇല്ല. ഇപ്പൊ അവര് വരുന്നു തുഴയുന്നു പോകുന്നു, ജോലി ചെയ്യണ പോലെ വന്ന് തുഴയുന്നു പോകുന്നു. എന്താണെങ്കിലും അടിപൊളിയായിരിക്കും. പരിപാടി നന്നായി പോകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിലവിൽ നാളെ വള്ളംകളി നടക്കാൻ പോവുകയാണ്. താങ്കൾ കഴിഞ്ഞ എനിക്ക് വേണം വർഷങ്ങളായിട്ട് ഇവിടെ പിറവത്തെ വള്ളംകളിയിൽ വള്ളം ഇറക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. ഈ വള്ളംകളിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ വർഷവും വള്ളങ്ങൾ കുറവാണ്. 6 ഓടിവള്ളമാണ് ആദ്യം പറഞ്ഞെങ്കിലും, പക്ഷെ ഇപ്പം 3 ഉള്ളൂ നിലവിൽ. അതുകൊണ്ട് വലിയ എത്ര സുഖമല്ല. എങ്കിലും നമ്മൾ മത്സരിക്കാൻ വേണ്ടി വള്ളങ്ങൾ എടുക്കണേ. ഈ വർഷം താണിയം തന്നെ കപ്പടിക്കുന്ന ഞാൻ 100% പറയുന്നു. താണിയം നല്ല വള്ളമാണ്. അതുകൊണ്ട് ഈ വർഷം ആർക്കെ ടീം ബോട്ട് ക്ലബിൻ്റെ താണിയൻ ഈ വർഷം ഞാൻ ഇറക്കുന്നുണ്ട്. നമ്മളൊരു മത്സരബുദ്ധിയുടെ കാണണേ. അതുകൊണ്ട് ആർക്കെ ടീം മാക്സിമം ജയിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ സുഭാഷിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലുള്ള വള്ളംകളിയിൽ നിന്നും വള്ളംകളിക്ക് പണ്ടൊരു ആരവവും ബഹളവും ഒക്കെ ഈ നമ്മുടെ ഈ പിറവം ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസത വന്നിട്ടുണ്ട് വള്ളംകളിക്ക്, അല്ലേ? തീർച്ചയായിട്ടും. വർഷങ്ങൾ മുമ്പൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ഇതിനോട് ഭയങ്കര ഹരമായിരുന്നു. ഇപ്പോൾ ആർക്കൊരു താല്പര്യക്കുറവ് പോലെ, പിന്നെ ഭരണത്തിൻ്റെ ആൾക്കാരായാലും അവർക്കൊരു ഫണ്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ നടക്കാൻ അത്രേ ഉള്ളൂ. മെയിനായിട്ട് ഫണ്ടില്ല, പൈസ ഇല്ല. അതിനാണ് മെയിനായിട്ട് പ്രശ്നം. ബാക്കിയെല്ലാം ഫണ്ടുണ്ടെങ്കിൽ കളികൾ നാളെ വള്ളം കൂടി വന്നാലാണ് കളികൾ സുഖമുള്ളൂ. വള്ളം തീരെ കുറവാണ് ഈ വർഷം. അടുത്ത വർഷം ഇതിപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓക്കെ.